പപ്പായ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? അസുഖമൊന്നും ഇല്ല അമ്മച്ചി. ഇല്ലേ? കാലാവസ്ഥക്കാണ് വണ്ണൊക്കെ ഇത് മതി. വണ്ണം 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഇനി വേണമെങ്കിൽ അടിച്ച് ശരിയാക്കിക്കോളാം. ഇനി വേണമെങ്കിൽ ഇറക്കം കുറയ്ക്കണം. ഇറക്കം 1 ഇഞ്ചോ 2 ഇഞ്ചോ തട്ടി വീഴും. അവക്കടാനാ അത് കൊള്ളാം. തയ്പ്പിക്കാം. നിങ്ങൾ പിന്നെ രാവിലെ വിളിച്ചും വരുന്ന കാര്യം പറയായിരുന്നു. ഞങ്ങൾക്ക് ക്ഷീണമായിട്ട് ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് ഞാൻ ചക്കയൊക്കെ ഞായറാഴ്ച അതെ ഞങ്ങൾ ഞായറാഴ്ച വരുന്നു. ഞാൻ മണ്ടാക്കറി ഞാൻ ചക്കെല്ലാം പറിച്ച് ചക്ക ഞങ്ങൾ അവർക്ക് കിട്ടിയായിരുന്നു. പാളയത്തിൽ ചക്കയൊക്കെ വന്നപ്പോ തിന്നു. പാളയത്തിൽ അമ്മച്ചിക്ക് ഒരു മട്ടായി പോയോ? പാളയം എവിടെയാ? പാളയം നമ്മുടെ മരങ്ങാട്ടുപള്ളി. അവിടെ എന്നായിരുന്നു? അവിടെ ചക്ക പാപ്പന്റെ അവിടെ. പാപ്പന്റെ അവിടുന്ന് പാപ്പൻ അവിടെ ചക്ക തന്നെന്നാ പറഞ്ഞ. ചക്കയോ? പാപ്പൻ ആരോ? അവിടുത്തെ ചാച്ചന്റെ അനിയൻ. നമ്മുടെ വല്ലവരും മരങ്ങാട്ടുപള്ളിയിലെ ചാച്ചന്റെ അനിയനെ അമ്മയെ മറന്നുപോയത്. ഞാൻ ഓർക്കണില്ല. മോളെ അതൊക്കെ വിട്ടുപോയല്ലേ? അവര് 2-3 ആണുങ്ങളില്ലേ? അവര് 4 ആണുങ്ങളല്ലേ? 4 പേരും ഇല്ലേ? എല്ലാരും ഉണ്ട്. അമ്മയുണ്ടോ? അമ്മ മരിച്ചുപോയില്ലേ? മരിച്ചുപോയി. അതെ പ്രായമായില്ല. അമ്മയ്ക്ക് ഞാൻ മുട്ടായി ഒക്കെ കൊണ്ടുവരാം. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യം. അല്ലെങ്കിൽ കൊള്ള ആഹാരമൊക്കെ കയറി ഇറങ്ങി അതിന് പറ്റുന്നതെല്ലാം കഴിക്കാണ്. കഴിച്ചുകൊണ്ട് നടക്കണം. ഇത് ഇപ്പോൾ അതൊന്നും പറ്റിയല്ല. ഇപ്പോൾ ഉള്ളവർക്കല്ല ആർക്കും പറ്റിയ വല്ല അല്പസ്വല്പം നല്ല വെച്ചിട്ട് കഴിക്കണം. മാവ എവിടുന്നാ മേടിച്ച? ഏതാ ഫ്രണ്ടിലെ മാവൻ? അത് പോയണ്ടേ? ആ ആഹാ. മട്ടായി കഴിക്കും. പിള്ളേര് തന്നിട്ട് എന്നാ മോള് പഠിക്കേണ്ടത്? ഞാൻ പഠിക്കുമല്ലോ. ഇനി പഠിക്കണുണ്ടോ? ഇല്ലേ? പഠിത്തം നിർത്തിയോ? പഠിത്തം നിർത്തി. ജോലി കയറണ്ടേ? പിന്നെ അലക്കാൻ തുടങ്ങിയേ. അത് വിളിച്ചിരുന്നാണ്. അമ്മ ഇതാരാ? അമ്മേ ഇതാരാ? ഇതാരാ ഇത്? എന്റെ മോളല്ലേ? ആര് പേരനെ? അത് അറിയത്തില്ല ഇപ്പോഴും. ഇല്ല പേര് പറഞ്ഞേ. ഇത്രയും കൊല്ലായിട്ട്. ആ അത് കൊള്ളാം. പേരെന്നാ? പേരെന്ന് പറഞ്ഞേ. പേരെന്ന് പറഞ്ഞേ. എന്റെ പേര് പറഞ്ഞേ. വിവീന. എൽസി അല്ലേ? എൽസി. വിവീന വേറെ, എൽസി വേറെ. അത് ശരി. ഇപ്പൊ അങ്ങനെ ആയോ? എളുപ്പമുള്ള പേര്. രണ്ടുപേരും ആള് മാറി പോയല്ലേ? അപ്പൊ ആള് രണ്ടും രണ്ടല്ലേ? മറ്റേത് തെറ്റിപ്പോകും. രണ്ടും അമ്മയുടെ മക്കളാ അല്ലേ? ആ രണ്ടും അമ്മയുടെ മോളാ. വിവീന കുഞ്ഞല്ലേ? വിവീന കുഞ്ഞല്ലേ? വിവീന എപ്പോഴും ഓർമ്മയുള്ളൂ. ആണ്. ഇപ്പൊ നിന്നെ മറന്നുപോയോ? എന്നിട്ട് എന്തായാലും വന്നപ്പോ കൃത്യമായിട്ട് പറയുകയും ചെയ്താണല്ലോ. ഇപ്പൊ ചിലപ്പം ഇച്ചിരി വ്യത്യാസമുണ്ട്. വിശേഷമൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നു. അമ്മച്ചി മരിച്ചു പോയില്ലേ? എന്നാ ഒരു പഴം കൂടെ കഴിച്ചു. മരിച്ചു പോയില്ലേ? ആ പോയോ? പിന്നെ എത്ര കൊല്ലായി? അമ്മച്ചി മരിച്ചിട്ട് എത്രയായി? 5 വർഷമായി. അമ്മച്ചി 80 വയസ്സിൽ മരിച്ചു. 80 വയസ്സുണ്ടായിരുന്നു. കഴിച്ചു. എനിക്ക് വരത്തില്ലേ? കഴുത്ത് വരുന്നേ പോകുമ്പോഴായിരുന്നു.
ഞാൻ പഴത്തിനും വെള്ളത്തിൻ്റെ ഒരു ഇറച്ചിയ. നീ അപ്പൊ മിഠായി കൊടുത്തിട്ട് പഴം കൊടുത്താൽ പിന്നെ മധുരം ഇല്ല. അപ്പൊ അമ്മ വഴക്കുണ്ടാക്കും കേട്ടോ. പഴത്തിന് മധുരം ഇല്ലെന്ന് പറയുമ്പോ അല്ലേ? പഴത്തിന് മധുരം ഇല്ലല്ലേ? അത് പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഒന്നുമില്ല. ഇല്ലേ? ആ ബിസ്ക്കറ്റ് തരാം മധുരമുള്ള. മാങ്ങാപ്പഴം ചെത്തി തരാം, അന്നേരം അതിന് മധുരമുണ്ട്. അങ്ങനെ അന്വേഷിച്ച് ഒന്നും എടുക്കാനൊന്നും വിലന്നില്ല. ഇല്ലെന്നേ. അമ്മച്ചി കുറച്ച് കിടന്നിട്ടല്ല പോയി. ഭക്ഷണം ഭക്ഷണം കഴിക്കുമായിരുന്നു. ആ കോരി കൊടുക്കുകയൊക്കെയാണ് കഴിക്കുമായിരുന്നു. എത്ര വയസ്സുണ്ടാവുന്നത്? 80 വയസ്സ്. അത്ര ഉണ്ടാവണോ? അമ്മച്ചി എത്ര നാൾ കിടന്നു? 6 മാസം, 1 വർഷം? അമ്മച്ചി 10 മാസം കിടന്നു. 10 മാസം കിടന്നാ മരിച്ചു. 10 മാസം കിടപ്പിൽ കിടന്നില്ലേ? മേലാല അല്ലാതെ കിടക്കുമായിരുന്നു. ഓർമ്മയില്ലായിരുന്നു. പ്രായം നല്ല കഴിഞ്ഞു പോയി. ആ അതേന്നെ. നല്ല പ്രായത്തിലല്ല. അല്ലാത്തവർക്ക് ഓർമ്മയില്ല. അന്നേരം മതിയാന്ന് കറയുണ്ടായിരിക്കും. അത് പഴുത്ത് വരുന്നേ ഉള്ളൂ. പോകുമ്പോഴായോണ്ട് വിശ്വസിക്കാൻ ഞെച്ചുകൊള്ളുന്ന പറയാൻ പറ്റില്ല. നമ്മുടെ പഴം അല്ലല്ലോ, കടയിൽ നിന്ന് മേടിച്ചതല്ലേ. കഴിക്കാൻ പറ്റും. ബിസ്ക്കറ്റ് തരാം, അപ്പൊ നല്ല മധുരം വരും. ഞങ്ങളങ്ങനെ ഞായറാഴ്ച ചക്കയും പുഴുങ്ങി. ഞാൻ മണ്ടയ്ക്ക് ഒരു ചക്കയും പറിച്ചിട്ട് നിങ്ങളെ പോയിട്ട് വന്നിട്ട് ചക്ക തിന്നു കളയ്ക്കുന്നു. വളരെ കിട്ടിയായിരുന്നു. ചക്ക വേണമെന്ന് ചോദിച്ചാൽ ആൾക്കാർ ഓടി നടക്കും. ഇവിടെ ചക്ക അന്വേഷിച്ച് ആൾക്കാർ നടക്കുക. തരുന്നവരെ ഉണ്ടല്ലോ അവിടെ. നമ്മുടെ പ്ലാവില്ലായിരുന്നോ? നമ്മുടെ പ്ലാവേൽ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തീർന്ന് അവര് മുഴുവൻ പോയി. പഠിക്കുന്നില്ല അമ്മച്ചി. ഞാൻ LC അല്ലേ? LC അല്ലേ ഞാൻ പഠിക്കുന്നല്ലോ. ഇത് നല്ല മധുരത്തിന്നു. നീ പഠിക്കണം. അവള് പഠിച്ചിട്ട് വരട്ടെ. അവള് നേഴ്സിംഗ് പഠിക്കുമല്ലേ? നേഴ്സിംഗ് പഠിക്കുമല്ലേ വിവീന? അമ്മച്ചിയുടെ മകളെ LC. അമ്മച്ചി മറന്നു പോയോ? ഒത്തിരി നാളായില്ലേ വന്നത്. മറ്റവള് ഇവിടുത്തെ ജോമോന്റെ മകളല്ലേ? അമ്മച്ചിയുടെ മകന്റെ മകള്. അവളാണ് പഠിക്കുന്നത് കേട്ടോ. അവള് കുഞ്ഞല്ലേ? അവള് ചെറുപ്പല്ലേ? അവള് പഠിക്കുന്ന പ്രായമല്ലേ? അവള് പഠിച്ച് മിടുക്കിയായിട്ട് വരട്ടെ. അമ്മച്ചി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് വല്ലതൊക്കെ അറിയാവോ? പിന്നെ അവള് പഠിക്കുന്ന മിടുക്കിയല്ലേ? ഇത് അമ്മയുടെ മോള്. പിന്നെ അവളൊക്കെ സ്നേഹം. ശരിയാ. ഒരു കുറ്റവും പറയാൻ ഒരു വൈരാഗ്യമില്ല. വന്ന വല്ലവരോട് മിണ്ടുകയും ചെയ്യും. ഇവിടെയുള്ള പിള്ളേരെ വെച്ചിട്ട് അവളെ ഉള്ളു മിണ്ടുന്നത്. അതാ ഞാൻ പറഞ്ഞു. എന്നാ സാധനം കൊടുക്കുമെന്ന് പറഞ്ഞാലും കൊടുക്കുകയും ചെയ്യും. അതാണ്. അങ്ങനെ വേണം. അങ്ങനെ വേണം. അത് ശരിയാ. പിള്ളേർ അങ്ങനെ വന്നെങ്കിൽ ശരിയാവും. അപ്പൊ ആർക്കൊരു നിരാശയില്ല. മിണ്ടുകയും സന്തോഷവും തോന്നും അല്ലേ? വിളിക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എന്ത് നമുക്കെന്ത് സംഭവം. പനിയായിരുന്നു. എനിക്ക് പനിയായിരുന്നു. ഇതിന് മധുരയില്ലേ? ബിസ്ക്കറ്റിന് മധുരയില്ലേ? ഇതിന് മധുരയില്ലേ? നല്ല മധുരല്ലേ? അതെ, മഴകാലം നിന്നെ മധുരമാണ്. ആദ്യം ഞാൻ മുട്ട കൊടുത്തിട്ടാ. ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ സാരില്ല. അമ്മയ്ക്ക് ഒത്തിരി മധുരം കഴിക്കണ്ട. അമ്മയ്ക്കെല്ലാം നല്ല മധുരം വേണം. പിള്ളേര് വന്നില്ല അമ്മച്ചി. വന്നെങ്കിൽ അമ്മച്ചിയെ കാണാൻ ഓടി വരികയല്ലേ? പിള്ളേരെ കൊടുത്തു വിട്ടതാ. അവര് UK അല്ല ഓസ്ട്രേലിയയില് അവർ താമസിക്കാം. അവര് താമസിക്കാം. ഉണ്ണിക്കുട്ടൻ അവരെ കൂടെ അവര് 2 പേര് ഭാര്യയും പിള്ളേരും കൊച്ചും. അപ്പനും അമ്മയും ഞങ്ങളല്ലേ? ഞങ്ങളുടെ ഇവിടെയല്ലേ? അവരവിടെ ഇല്ലല്ലോ. അവര് തന്നെയല്ലേ അവിടെ? മറ്റൊരു അമ്മാവനും അമ്മാവനോ? അവിടെ ഉള്ളവരോ? അമ്മാവൻ അവിടെ ഉണ്ട്. ഇച്ചിരി അകലെയാന്നേ ഉള്ളൂ. 1.5 മണിക്കൂർ പ്ലെയിൻ യാത്രയുണ്ടെന്നേ ഉള്ളൂ. മതിയോ? അവിടെ പിള്ളേര് മാത്രമേ ഉള്ളൂ. വേറെ അവിടെ പിള്ളേരില്ലേ? വേറെ ആൾക്കാർ ഇഷ്ടം പോലെ. മതിയോ? ഒരെണ്ണം കൂടെ കഴിച്ചു. മതി. ഒരെണ്ണം കൂടെ തിന്ന മധുരല്ലേ? വായിക്ക് മധുരം വരട്ടെ. മധുരം പേരിനുള്ളൂ.
അത് മതി, അതാ നല്ലത്. അതാ നല്ലത്. വാ. അമ്മയ്ക്ക് ഭയങ്കര മധുരം വേണം എന്നിട്ട് പറയും. നമുക്ക് ഒത്തിരി മധുരമായ ഇപ്പൊ മധുരം തീറ്റിയാ. ആവുമ്പോ എല്ലാവർക്കും ഇങ്ങനെ മധുരത്തോട് ഇത്. ഒരു പുളിപ്പ് പോലെയാ. വായിക്കല്ലേ, വായിക്ക് രുചിയില്ലേ? രുചിയൊക്കെയുണ്ട്, മധുരം ഇപ്പം നന്നായിട്ട് വേണം. പെട്ടെന്ന് വേറെ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് വരികയും ചെയ്യും. പിന്നെ അമ്മച്ചിക്ക് ഒരു ചുരിദാർ മേടിച്ചായിരുന്നു, പക്ഷെങ്കിൽ അത് ചുരിദാർ കാല് ഇടുമെന്ന് തോന്നുന്നില്ലേ? കളറും അല്ലേ. കളർ പറ്റത്തില്ല. എന്നാ അവിടെ അതിപ്പോ മാറിയെടുത്ത് തയ്പ്പിക്കാൻ. ഉടുപ്പായിട്ട് തയ്ച്ചായിട്ട് പറ്റുള്ളൂ. ഉടുപ്പേ ഉടുപ്പായിട്ട് തയ്പ്പിക്കാം. ഇത്രയും കളറുണ്ട് വേണ്ട. അത് തന്നെ. ഇത് കണ്ടോ ചേച്ചി തയ്പ്പിച്ചത്? ദേ, അമ്മയ്ക്ക് തയ്പ്പിച്ചതാ. ഈ തുണിയൊന്നും എടുക്കരുത് കേട്ടോ. ഈ അതേ ഇതിന്റെ അല്ലേ നോക്കിയാണ്ടോ? ഇത് ഇവനൊക്കെ ഉള്ള ഇങ്ങനത്തെ ഇത് വേണ്ട. സാധനം പറഞ്ഞില്ല, ഞൊറിച്ചിലിട്ടിട്ട് തയ്പ്പിച്ചാ മതി, ആ ഉടുപ്പ് പോലെ. ഇത് കൊള്ളിയല്ല. പക്ഷെ ഇട്ടിട്ട് ഇവിടെ കൊണ്ട് എന്തോ ഒരു ഇച്ചിരി പ്രശ്നം. ഞൊറിച്ചിലിടുമ്പോഴത്തേക്കും ഒരു ഭംഗിയുണ്ട്. ശരിയാ. അതുകൊണ്ടാണ് അടിയൊന്നും ഇടുന്നില്ലല്ലോ. ഞൊറിച്ചില് വേണം. പള്ളിയിൽ പോകാൻ നല്ലതാ. അത് ചെറിയ പൂക്കളോ ചെറിയ എന്തെങ്കിലും ഉള്ളത് എടുത്താൽ മതി, ഒത്തിരി വലുതൊന്നും എടുക്കണ്ട. ഇപ്പൊ ഇന്നലെ ഏട്ടാ നൈറ്റിയുടെ അങ്ങനെയൊക്കെ ഇപ്പൊ നോക്കിയാൽ നടക്കും. അല്ല ഏകദേശം അത് അമ്മയ്ക്കും ഇഷ്ടമാണ്. അത് അലക്കാനിട്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അത് സിജി ഒക്കെ തന്നായിരുന്നു. ഇതൊക്കെ കിട്ടാൻ പാടാണ്. 250 രൂപ ഒരു നൈറ്റി. എനിക്ക് ചുരിദാറിന്റെ തുണി, അപ്പുറത്ത് ചേച്ചിക്ക് ചുരിദാറിന്റെ തുണി എല്ലാം കൊണ്ട തന്നു കേട്ടോ. ഇത് നല്ലതായിട്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് വെളിയിൽ എവിടെയായിരുന്നു പോകാം. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഇതിലും നല്ല ലൈനിങ് വെക്കണേ ഉള്ളൂ. ലൈനിങ് ഇല്ല. പക്ഷെ അമ്മയ്ക്ക് ഇത് ഇട്ടോണ്ട് പോകുമ്പോ സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. ഈ ചുരിഞ്ഞുറുക്കേ ഞുറുക്കിട്ട് തയ്ച്ചാൽ മതി. ഇപ്പോഴത്തെ ആ ചുരിദാറില്ലേ അതൊരു ടോപ്പ് അടിച്ചാൽ മതി. ഓക്കെ, വൃത്തിയായിട്ടിരിക്കും. ഇതും അമ്മയ്ക്ക് പൊള്ളിയല്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങള് അവിടെ അവിടെ അടിക്കലാണ്. പിന്നെ വീനായിട്ട് നോക്കി, വീനായിട്ട് കറക്റ്റാണ്. ഇച്ചിരി ഷേപ്പ് ചെയ്താൽ മതി. അപ്പൊ അത് നല്ല വിണക്കം കൊണ്ടിട്ടിട്ടെ ഈ കളർ നല്ല ഇണക്കോ അത് വെച്ചിട്ട് എടുത്തതാണ്. ഇത് പുളിക്കാ ആന്റണീസിന്ന്. ഞങ്ങളിപ്പോ ആന്റണീസിൽ പോയല്ല എടുക്കുന്നത്. ഇതും ആന്റണീസിന്ന് എടുത്തതാ. അതിന് ഒരു കുത്തിക്കാറില് പോലെ ഉണ്ട്. അമ്മയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. അതകത്ത് ലൈനിങ് ഇല്ലല്ലോ. ലൈനിങ് വെച്ചില്ലേ? ലൈനിങ് ഉണ്ടെന്നേ, അടിഭാഗത്തല്ലേ കണ്ടോ? ഇവിടെ വരെ ഉണ്ട്. അകത്തില്ലല്ലോ. അകത്തുണ്ടെന്നേ. ഇവിടെ കയ്യിലില്ല, ബാക്കിയൊക്കെ ഉണ്ട്. അകത്തില്ലല്ലോ. കണ്ടോ? സാരില്ല. പക്ഷെ ഇത് കുത്തിക്കൊള്ളുന്ന തുണിയല്ല. കുത്തിക്കൊള്ളുന്ന തുണിയൊന്നുമല്ല. ഭയങ്കര വിലയാ. 1200 രൂപ. 200 അല്ല, എല്ലാം കൂടെ 1300 ആയോ മോനെ? തുണിക്ക് തന്നെ ഏതാണ്ട് 1 മീറ്ററിന് 300 ഏതാണ്ട്. തുണി നല്ലതാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കി എടുത്തതാ. തീരെ കുഞ്ഞുവാ. കുഞ്ഞു വലിയ പൂ വേണോ? വലിയ പൂ വേണം. എന്നാ നിറം വേണ്ടി പറയണ കുഞ്ഞു പൂവാ ഇഷ്ടം. ഇപ്പോഴും കളർ നോക്കുമല്ലേ? അയ്യോ, ഞാൻ ഒരു തുണിയൊക്കെ എന്റെ നേരെ എർത്തെറിയ ഇതൊക്കെ ആരുടെയാന്ന് ചോദിച്ചു. അന്ന് തന്നെ അത് ഊരും ആ നൈറ്റി. ഇട്ടോട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ കൊടുക്കണം. അന്ന് തന്നെ ഊരിയച്ച് എന്റെ കട്ടിലോട്ട് വെള്ള ബെഡ്ഷീറ്റ് ഇടാൻ തുടങ്ങിയ ബെഡ്ഷീറ്റ് ഇവിടെ കിടക്കാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ മേടിച്ച് വെള്ള പണ്ട് ഇങ്ങനെ ചട്ടയും കൊണ്ടും വെള്ളം എടുത്തു കൊടുത്തേ. വിവിനെന്ന് പറഞ്ഞ കൊച്ചു നേഴ്സിംഗിന് പഠിക്കാൻ പോയിട്ട് വന്നോ? അതാ ഇന്ന അന്ന് ചോദിച്ചാൽ അന്ന് തന്നെ പറഞ്ഞാല്. പക്ഷെ പണ്ട് ചേച്ചിയാന്ന് പറയുമായിരുന്നു. അല്ല, അന്ന് എന്നോട് വന്നപ്പോ പറഞ്ഞ എൽസിയാന്ന് പറഞ്ഞായിരുന്നു. എന്റെ മോമനെ പുത്രി എന്നല്ലേ പറഞ്ഞേ? അല്ല, അത് കഴിഞ്ഞ് പറഞ്ഞ എൽസിന്ന് പറഞ്ഞായിരുന്നു. ആണോ? ആ, പക്ഷെങ്കിൽ അത് ഇപ്പം മാറ്റം അറിയത്തില്ല. രാത്രിയായിട്ടേ അല്ല, അമ്മച്ചി മറന്നുപോയത് എല്ലാ മക്കളെയും. എല്ലാം കഴിഞ്ഞ ദിവസം സാവനെയും വിട്ടുപോയി. മറന്നുപോയോ എല്ലാരെയും മറന്നുപോയോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലേ? ആരൊക്കെയാ മക്കളാരൊക്കെയാ? ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ. ആണോ? അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? എനിക്കോ? എനിക്കിപ്പം 3, 5. 5? 5ഒന്നുമില്ല. ആ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. പെണ്ണുങ്ങൾ 3 ഇല്ലേ? അമ്മയുടെ മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. പെണ്ണുങ്ങൾ 3 അല്ല 4 പേരുണ്ട്.
അങ്ങനെ നോക്കിയാ പെണ്ണുങ്ങൾ ആ ആണുങ്ങളും 3 വന്ന പെണ്ണുങ്ങളും ഒരു ഉള്ള പെണ്ണും വന്നവരെ കൂടെ അല്ലേ ആ അവരെല്ലാം എല്ലാവരെയും കൂടണം. എല്ലാരെയും കൂട്ടിയല്ലേ അപ്പൊ 4 പെണ്ണുങ്ങൾ ആരെ ഒറ്റക്കാക്കാൻ പറ്റും? ആക്കാൻ പറ്റിയല്ല എല്ലാരും അമ്മയുടെ മക്കളാ എല്ലാം ഒരു വീട്ടിലെയാ. അതേന്നെ അവരെ ഒരു എങ്ങനെ നമ്മൾ പെരുമാറണോ അതുപോലെ തന്നെ എന്ന പെരുമാറണം. വന്നതാണേലും നിന്നതാണേലും എല്ലാം അമ്മയുടെ മക്കളാ ചെയ്യാവുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും, ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പറ്റാവുന്നു. അന്ന് പേരൊക്കെ ഒന്ന് പറഞ്ഞേ, മക്കളുടെ പേരൊക്കെ ഒന്ന് ഓർത്തൊന്ന് പറഞ്ഞു. വിവീനായും വെൽസിയും ടോമിയും അല്ല അവളെന്നാ ടോമി പിന്നെ അതാ ടോമി എന്നുള്ള ആടാ. ആണോ? ടോമി നമുക്കൊന്നും അറിയത്തില്ല. അമ്മച്ചിയുടെ മൂത്ത പുത്രൻ ടോമി. ആ രണ്ടാമത്തത് മകള് പേരെന്നാ? അവരുടെ പേര് എന്താണോ ആ അതെ അതെ. ഓ അടുത്തത് പറ. അടുത്ത മകനേതാ? അടുത്ത മകനേതാ? മകളോ? മകന്റെ പേരെന്നാ? അടുത്ത മകൻ ഏതാ മകള്? ഇഷ്ടപ്പെട്ട മകൻ. ഇപ്പം അവര് പിള്ളേർക്കില്ല, അവർക്ക് പിള്ളേരുണ്ടാവുന്നു. ഇല്ലേ അവരിവിടെ അടുത്തുണ്ടല്ലോ. അമ്മച്ചിയുടെ അടുത്ത് താമസിക്കുന്ന ആരാ? ഇവിടെയോ? ആ ഇതാരോ? തൊട്ടടുത്തൊരു വീട്ടിൽ താമസിക്കുന്നില്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുക അമ്മച്ചി അന്വേഷിക്കുകയും ചെയ്യുന്ന. വിട്ടുപോയി, അത് ഓർഡറിൽ അവരിപ്പോ ഉണ്ടോ? അയ്യോ സാബുവിനെ മറന്നുപോയോ? അതാ ഏത്? അമ്മച്ചിയുടെ മകൻ സാബു. അല്ല ഞാനും അവനും ഇവിടെയാണോ? പിന്നെ അവൻ ഇവിടെ അടുത്തല്ലേ? ആ അവന് ഇവിടെയാ താമസിക്കണ്ടോ? അവന്റെ പെണ്ണോത്തേക്ക് ജോലി എവിടെയാ? ആഴ്ത്താസിൽ. ആ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ കയറി വരുന്നത് അതിനെ കുറിച്ച് വേറെ ഇത്രയെങ്കിലും ഓർമ്മ എന്റെ ദൈവം. എല്ലാവരും തന്നെ വട്ടത്തിൽ കണ്ടു. ആ വട്ടത്തിലുണ്ട്. ഇളയ മകനേതാ? ഇളയ മകൻ അമ്മച്ചിയുടെ ഇളയ മകനേതാ? ആ ഏതാ ഈ ഇരിക്കുന്ന ആരാമേ? ഇതാരാ? ഇളയ മോൻ ജോബോനും. അതറിയാം, പക്ഷെ ജോമോനെ കണ്ടാ അറിയത്തില്ല ചേച്ചി, അതാ പ്രശ്നം. എന്നാ ഇടയ്ക്ക് പറയുകയും ചെയ്യും ജോമോനാന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങളി വെച്ചിട്ട് ജോബോൻ ഇളയത് അവരല്ലേ? ജോമോൻ. ഇന്നത്തോരൊക്കെ ഓരോരുത്തരും ഇടയിട്ടുള്ളതല്ലേ. പെണ്ണുങ്ങൾ എത്ര പേരാണ്? പെണ്ണുങ്ങള് ഒരാള്, അമ്മച്ചിയുടെ മോള് ഒരാള്. ഇത്രേ ഉള്ളൂ. ആ പിന്നെ കെട്ടിക്കൊണ്ട് വന്നത് അമ്മച്ചിയുടെ 3 മക്കള്, പെൺമക്കള്. പെണ്ണുങ്ങൾ. ഇതാരാ ഈ ഇരിക്കുന്ന ആരാ? അവളും വന്നതല്ലേ? വന്നതാ. അതാരാ? പേരെന്നാ? അവിടെ പേരെന്നാടി? ആരുടെ കെട്ടിയോളാ? അമ്മയുടെ ഏത് മകന്റെ കെട്ടിയോളാ അത് പറ. അല്ല പേരെന്നാ? പേര് ജോമോൾ. കേട്ടിട്ടുണ്ടോ? നിന്റെ പേര്? ജോമോൾ. ജോമോനോ? ജോമോള്. അത് നേരത്തെ മുതൽ അവിടെ പേര് അങ്ങനെ വിളിച്ചോണ്ടിരുന്ന. ഇടയ്ക്കൊക്കെ മാറ്റി. ആരുടെയും പേര് മാറ്റിയിട്ടില്ല. മാറ്റണ്ട, മാറ്റണ്ട, മാറ്റി ശരിയാ. അതെ. പിന്നെ അമ്മച്ചിക്ക് വിളിക്കാൻ പ്രയാസം. പഴക്കമുള്ള പേരാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഇടയ്ക്ക് പുതിയതായിട്ട് ഇട്ട് കഴിയും, പിന്നെ അത് ഒന്ന് വിളിച്ചു കഴിയുമ്പോ പിന്നെ ഇല്ല. ലാലി സിസ്റ്റർ വന്നായിരുന്നു. എന്റെ ദൈവമേ എനിക്ക് കാണാൻ പറ്റിയില്ല. ലാലി സിസ്റ്റർ വന്നായിരുന്നോ? ചെമ്പേരിയിലെ പെണ്ണത്തിയുടെ മകള്. ചെമ്പേരിന്നോ? ആ ചെമ്പേരിയിലെ പെണ്ണത്തിയില്ല, അമ്മച്ചിയുടെ നാത്തൂന്റെ മകള്. ഓർക്കണില്ല. മറന്നുപോയല്ലേ? നന്നായിരിക്കും. അവളും തന്നെയാണ്. വന്നു. കൊച്ചു കണ്ടോ? ഞാൻ കണ്ടില്ലെന്നേ. ഇവര് വന്നത് അറിഞ്ഞില്ല. ഞങ്ങള് വന്നത് അറിഞ്ഞില്ല. അവളും നീന്തും അറിഞ്ഞില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഞങ്ങളങ്ങ് വൈകിട്ടല്ല വന്നത്. അവള് സിസ്റ്റർ എന്നോ എപ്പോഴാ വന്നത്? 2 ദിവസം കഴിഞ്ഞാ നിങ്ങൾ വന്നത്? 2 ദിവസം കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച പോന്നെന്നാ പറഞ്ഞേ, വട്ടത്തുനിന്ന്. പക്ഷെ അവിടെ പാലായി ചെന്ന് കഴിഞ്ഞപ്പോ വേറെ സ്ഥലം, ബാംഗ്ലൂർക്കായി. സ്ഥലം മാറിപ്പോയി. കാഞ്ഞങ്ങാട് മാറി. കാഞ്ഞങ്ങാട്ടിലോട്ട് കാസർഗോഡോട്ട് വന്ന് പറഞ്ഞു പോകുന്നതാ. പാലായില് വണ്ടി കയറാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ വിളിച്ചോ? ഇല്ല, അവിടെ ചെന്നിട്ട് പോവാനാ. അവിടെ നിർത്താൻ വേണ്ടിട്ടാ. അത് ഈ ഒറീസക്കാരിയാ. ആ കോൺവെന്റിലെ നിർത്താൻ വേണ്ടിട്ടാ. +2 കഴിഞ്ഞ വർഷ. അതിന് ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം പൈസ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടേ അങ്ങനെ ചെയ്യാന്ന്. നേഴ്സിങ്ങിന് പോകണം എന്നാ കൊച്ചിന് ഇഷ്ടം. ഇവിടെയൊക്കെ ഓരോരുത്തരും നേഴ്സിങ്ങിന് പോകാൻ പുച്ഛവാ.
നേഴ്സിംഗ് പഠിച്ചാലേ കാര്യം. 3 ആൺമക്കളല്ലേ? 3 ആൺമക്കള്. അവർക്ക് അവരുടെ മക്കളും അവരുടെ കൂടെ അവരുടെ മക്കളുണ്ട്. അവർക്കുണ്ടാകും 3 പേർക്ക് ആണും പെണ്ണുമായിട്ടുണ്ട്. മകക്കോ? അമ്മയുടെ മകക്ക് മകളില്ലേ? മകള് മകളോ? മകളുടെ പിള്ളേര്. എൽസിക്ക് എത്ര മക്കളുണ്ട്? എന്റെയോ? എന്റെ എൽസി അല്ലേ ഇവള്? ആണോ? എൽസി മോളല്ലേ? ആണോ? അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. എൽസിക്ക് എത്ര മക്കളുണ്ട്? പ്രത്യേകം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ഇങ്ങനെ ചോദിക്കുന്ന ഇഷ്ടമില്ലല്ലോ. എൽസിക്ക് ഉള്ളെങ്കിലും അത് ഈശോ കുഴപ്പമൊന്നും കൂടാതെ തന്നിട്ടുണ്ട്. എൽസിക്ക് എത്ര മക്കളുണ്ട്? 3-4 ഉണ്ടായി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടുത്തു അടി കുടി ഇല്ലായിട്ട് എല്ലാം കുഴപ്പങ്ങളാ, കുറ്റങ്ങളും. അതൊന്നും കൂടാതെ ജീവിച്ചാൽ മതിയല്ലോ. കാരണം ഇപ്പൊ എനിക്ക് എല്ലാരും സ്നേഹത്തോടുകൂടി കഴിയണം അല്ലേ? ആരും മരണം വരെ എല്ലാരും സ്നേഹത്തിൽ കൂടി കഴിയണം. എല്ലാവർക്കും ആരും വഴക്കും ഉണ്ടാക്കണം, ആരും കുറ്റം പറയരുത്. ശരിയാ. നമ്മളെ പറ്റാവുന്ന ചെയ്ത് സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതുപോലെ ആരെ സഹായിക്കാം, നമ്മൾ അവർക്കും ചെയ്യുക, അവര് നമുക്കും ചെയ്യുക. നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം. പണം കൊണ്ട് പറ്റിയില്ലെങ്കിലും ഒത്തിരി ശരീരം കൊണ്ട് ചെയ്യുക. ശരീരം കൊണ്ട് ചെയ്യുക. പിന്നെ പണം കൊണ്ട് ചെയ്യാവുന്നപ്പം ഉള്ളപ്പം ചെയ്യുക. അത് വ്യത്യാസമൊന്നും ചെയ്യരുത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കൂട്ടവും കൂടപ്പുറപ്പും ചിരിക്കാവൂ. കൂട്ടവും കുഴപ്പം വേണം. നമ്മൾ നേരത്തെ മുതൽ അങ്ങനെയല്ലേ പോകുന്നത് ഇങ്ങോട്ട്. എത്രയോ വർഷങ്ങളായി. എൽസിയുടെ പിള്ളേരെ ഓർക്കുന്നുണ്ടോ അമ്മ? എൽസിയുടെ പിള്ളേരെ ഓർക്കുന്നുണ്ടോ? ഉണ്ണിക്കുട്ടനെ അപ്പുവിനെ ഓർക്കുന്നുണ്ടോ? അപ്പുവിന്റെ കാര്യം നല്ലതാണ് പറഞ്ഞായിരുന്നു. ഉണ്ണിക്കുട്ടനും അപ്പുവും ഇവിടെ കുർബാനയൊക്കെ ചൊല്ലിക്കൊണ്ട് നടന്നേ. അവര് രണ്ടുപേരും ആരുടെ മക്കളാ? എന്റെ. നിന്റെയാണ്? ഞാൻ ഓർക്കണില്ല മോളെ. അവരപ്പോ എത്ര നാളായി? എത്ര വർഷം? കഴിഞ്ഞ വർഷം അവനെ കണ്ടത്. ആവശ്യമെങ്കിൽ അവര് എന്നാ പഠിക്കണേ? അവൻ നേഴ്സിംഗ് പഠിക്കും. അപ്പു നേഴ്സിംഗ്. പിന്നെ പ്രവീൺ ജോലി പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലിയായി. അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യമുള്ള വീഡിയോകൾ കാണുക. കൊച്ചിനെ നോക്കണ്ടേ? കൊച്ചിന് പ്രായമായില്ലേ? 2.5 വയസ്സല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഒരു കത്തിനും ഇന്ന് ഫോൺ വിളിച്ചവൻ ഞാൻ പറഞ്ഞു ഭയങ്കര ബഹള കിടക്കുന്നു. അവളെ കിട്ടടിയും വിശന്ന് കഴിഞ്ഞാ കണ്ണ് കാണത്തില്ല. എവിടെ പോയാലും നിന്റെ കൂടെ പോയാൽ നിർബന്ധാണോ? എന്നിട്ട് അല്ലെങ്കിൽ ഉറക്കം വരും. അങ്ങനെ ചെറിയ ചില കാര്യങ്ങൾക്ക് വന്നാ പെട്ടെന്ന് അങ്ങ് സാധിച്ചു കൊടുത്തോ. അങ്ങനെയാണ്. എന്നിട്ട് ഇന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കാണിച്ചു. എനിക്ക് പാലായി വീട്ടിൽ മമ്മീന്റെ അടുത്ത് പോകണം. സ്റ്റെപ്പ് ഉണ്ട് അവിടെ. സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത പ്ലെയിന് കയറ്റി വിടാൻ. മമ്മി എവിടെയാ? മമ്മി നമ്മുടെ വീട്ടില്. പാലായിക്ക് എന്തിനാ വന്നു പോകണം? പാലായിക്ക് വീട്ടിൽ അവന്റെ വീട്ടിൽ പാലക്കാട്ടുമല. അന്നേരം അവള് പറഞ്ഞു കുഞ്ഞാച്ചൻ ഇല്ല അല്ലേ? അവനെവിടെയാണ് താമസിക്കണേ? അവര് ഓസ്ട്രേലിയയിലല്ലേ കൊച്ച്. അപ്പൊ അവന് നമ്മുടെ നാട്ടിലേക്ക് പോന്നെന്ന്. അങ്ങോട്ട് പോയിട്ട് ഒത്തിരി നീ ഇവിടെ വന്നിട്ടെല്ലാം ശീലിക്കാൻ പറ്റും. അതെ. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ടെന്ന്. നല്ല കാര്യം. നമ്മുടെ നാട്ടിൽ വന്നുള്ള ജീവിതം എപ്പോഴും അത് ഏറ്റവും സുഖമാണ്. പറ്റുന്നതാ. 100 വട്ടം പറയണം. ഇവര് വേറെ സ്ഥലത്ത് അവിടെ ചെന്ന് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോ ഉണ്ടല്ലോ നമുക്ക് പ്രശ്നങ്ങളാണെന്നറിയാവോ? ഭക്ഷണത്തിലായാലും കൊള്ളാം, എല്ലാം പറയും. പക്ഷേങ്കില് അവിടെ ചെന്ന് കണ്ടാലേ നമുക്കത് ബോധ്യപ്പെടുകയുള്ളൂ. എന്നിട്ട് അന്തവും കുന്തവും അല്പകാര്യം മതി. ജീവിതം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജോലി ഓട്ടം വന്നാ പറയാത്താലും ഞാനോ? അതാരാ? വീട്ടുകാരല്ല. അമ്മയുടെ മകളുടെ കെട്ടിയോനാ. അമ്മയുടെ മകളുടെ കെട്ടിയോനാ നീ. ബെന്നിച്ചൻ. അമ്മ പറയുന്ന അങ്ങനെയല്ലേ? അതാരാ?
ഇതിന്റെ അവനൊക്കെ എന്റെ വരുമാനാണ്. പറയേണ്ട രീതി പറഞ്ഞു കൊടുക്കണം. ഞാൻ മാത്രം പറഞ്ഞാലേ അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. അവിടെയല്ലേ ആ നിങ്ങൾ ഞങ്ങൾ രണ്ടും ഒന്നിച്ചല്ലേ ഒരു സ്ഥലത്തല്ലേ? ഒരു സ്ഥലത്ത്. അമ്മയെ ദിവസത്തിനൊക്കെ നടക്കാല്ലേ? അമ്മയാണ് ചാച്ചനും കാര്യം അതെല്ലാവരും ചോദിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന സുഖമാണോ ഒന്നും സുഖമാണോ ഒന്നും ചോദിക്കും. നടക്കാന്നല്ലേ? നടക്കത്തില്ല, അവര് മരിച്ചു പോയില്ലേ. ആ മരിച്ചു പോയോ? അത് ശരി. അവിടെ ഒന്ന് പറഞ്ഞതാ അവരൊക്കെ രക്ഷപ്പെട്ടു. ഭാഗ്യവന്മാരായി പോയി എന്നൊക്കെ പറഞ്ഞതാ. ഒരാളെ ശല്യം കൂടാതെ പോകും. അതെ എല്ലാവർക്കും പോകണ്ടേ, നമുക്ക് എല്ലാവർക്കും പോകണ്ടേ ഈശോയുടെ അടുത്ത്. പഞ്ചാബിലെ അവിടെ അടുത്ത് ഒന്ന് വീഴുന്നു. അപ്പൊ കള്ളു അത് വരും. അടുത്തല്ലേ അത് പിന്നെ കള്ളു കുടിക്കായിരുന്നോ? ഇല്ല ഇല്ല, അവര് നിർത്തി പോരാറായില്ലേ? പപ്പ കള്ളു കുടിക്കുന്നവരെ കാണുമ്പോ 1 വർഷം കൂടെ ഉള്ളൂ. വലിയ വലിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വലിയച്ചാച്ചനും കുടിക്കല അല്ലേ? അവിടെ നിങ്ങളുടെ നിന്റെ അമ്മായിപ്പൻ ഇല്ല. മൈപ്പനല്ല, മൈപ്പൻ്റെ അപ്പൻ്റെ അരി. അമ്മായിപ്പന്റെ അപ്പൻ എനിക്കറിയത്തില്ല കുടിക്കും. അമ്മായിപ്പന്റെ കാര്യം ചേച്ചി പറഞ്ഞേ കുടിക്കാലെന്ന് പറഞ്ഞു. അവിടെ ആണുങ്ങൾ എത്രയാ? ആണുങ്ങള് 2 പേര്. കള്ള നമ്മുടെ കള്ളല്ലേ ഉള്ളൂ. അവളെ എന്നാ സണ്ണിച്ചാട്ടനെ അറിയാലേ? സണ്ണി ഞാൻ ഓർക്കണില്ല. നാളിവിടെ വന്നല്ലേ പഞ്ചാബിലോ ഞാൻ ഓർക്കണില്ല. അമ്മച്ചി ഓർക്കുക. അമ്മ പറഞ്ഞേ, നാളെ ഒരു ദിവസം പറഞ്ഞായിരുന്നു. തണ്ണി 2 ആണുങ്ങളാ തണ്ണി. അവര് പഞ്ചാബില് ഇങ്ങോട്ട് വന്നോ? ഇല്ല വന്നില്ല, അവര് 2 കൊല്ലം കഴിയുമ്പോ പോരും. കണ്ടല്ലേ അതിന് മുമ്പ് പോയിരുന്നു. വരുമോ? അവിടെ എല്ലാം യുദ്ധല്ലേ. അവിടെ ജോലിയല്ലേ? ജോലിയാ. അന്നേരം അവിടെ പോയ പിന്നെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ജോലി കിട്ടുമോ? ജോലി മതിയില്ല, ഇത്ര നാളും ചെയ്തില്ല. ഇനി വിശ്രമിക്കട്ടെ. അതെ ശരിയാ. പിള്ളേരൊക്കെ ഒരു കരയിലായില്ല. ജോലി കയറിയാൽ മതിയല്ലോ. ജോലിക്ക് ചെയ്താൽ പറയാം. ഇനി നാട്ടിൽ വരിക, ആത്മകാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പൊ എന്നാ ശമ്പളം ഉണ്ടായിരുന്നു? കല്യാണിലൊരു നഴ്സിംഗ് പെണ്ണ്. അതേന്നെ. അതന്നെ പറ്റിയത് കൊച്ചു. ആ പാലായില് ഞാൻ പത്രത്തെ കണ്ടായിരുന്നു. അതെന്നെ വല്ല കുഞ്ഞു പോലെ ഒരു ചെറിയ പെര. അമ്മ എങ്ങാണ്ട് ഖത്തറിലും അമ്മ ഖത്തറില് പെണ്ണിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇതിന് പോയതാ. 1 വർഷമായുള്ളൂ പോയിട്ട്. 1 വർഷമുള്ള പെണ്ണ് ഹൈദരാബാദിൽ ടീച്ചറിന് വന്നിട്ട് ഞാൻ പോയിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന എന്താ പെണ്ണ്. പ്രശ്നം? പ്രശ്നം ആരൊക്കറിയാം? പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ? പഠിക്കാൻ എല്ലാം ഫുൾ A+ ഉള്ള ചേച്ചി ഇത് പറയണ്ട. വിവീനയുടെ എവിടെയൊക്കെ ഫുൾ A+ 95% കൂടുതൽ മാർക്കുള്ള പിള്ളേരൊക്കെ കിടന്ന് എന്ത് ബഹളായിരുന്നല്ലോ ഒരു ആദ്യത്തെ വർഷം കിടന്ന്. അവർക്ക് പഠിക്കാൻ പറ്റാഞ്ഞിട്ട് ഇപ്പോഴതുങ്ങൾ ഓക്കെ ആയത്. അതുകൊണ്ടായിരിക്കും ഈ പിള്ളേർക്ക് ഭയങ്കര മരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ സത്യം പറഞ്ഞ എന്റെ മകള് പോകുന്ന ഒരു നേഴ്സിംഗ് എന്ന് പറയുന്നത് അത്ര വിലയില്ലാത്ത എന്താ പറയാ സാധാരണ എന്നുള്ള രീതി കണ്ടിരുന്നതാണ്. ഈ കൊച്ചു പോയ പിന്നെ എനിക്കത് മനസ്സിലായി. ഇത്രയും പെടാപ്പാട് പെട്ട് പഠിക്കണം അങ്ങനെയാണ് പാടാണ് കേട്ടിട്ടുണ്ട് നാട്ടില്. ഇപ്പോഴത്തെ കൗൺസിലിങ്ങിനൊക്കെ നടത്തിയായിരുന്നു. അങ്ങനെ വിവീനായിക്ക് 6 മാസം ഒരു സെം കഴിഞ്ഞ് കഴിഞ്ഞ് വിവീന ഓക്കെ ആയത്. ഇപ്പൊ വിവീനായിക്ക് ഇഷ്ടമാണ് നേഴ്സിംഗ്. അതാണ് അത് ഞാൻ അന്നേരം പറഞ്ഞില്ലേ, മറ്റേ മരിയ നമ്മുടെ കാട്ടാമ്പാക്കില് അതിന് 1 വർഷം കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലായിരുന്നു. അവള് കരച്ചില്ല. അതെല്ലാം അത് കൂട്ടാക്കണ്ട. അവള് 10ലൊക്കെ ഇങ്ങനെ കരച്ചിലേ ഉള്ളൂ. പരീക്ഷയ്ക്ക് വരുമ്പോ കരച്ചില്ല. പക്ഷേങ്കിലും അങ്ങനെ ഭയങ്കര പാടായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. അന്നേരം നമ്മള് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വിടണം, കുഴപ്പമില്ല. നിർത്തി പോരാൻ പറഞ്ഞിട്ട് ഇവിടെ എന്റെ കൂടെ പശുവിനെ കറന്നോളാൻ പറയും. ഇതെന്നാ പ്രശ്നം ചോദിച്ചാലേ ഈ പിള്ളേർക്ക് ഈ ഇത്ര നാൾ സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അതിനാ ഈ പ്രൊഫഷണലിലോട്ട് ഇറങ്ങുക, അതൊരു തൊഴിലിലോട്ടുള്ള ഒരു പഠനം. അത് അപ്പൊ അതിലോട്ടുള്ള അച്ചീവ്മെന്റ് പിള്ളേർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ഉൾക്കൊള്ളാനായിട്ട്. അതാണ് പ്രശ്നം വരുന്നത്. അത് പ്രത്യേകിച്ച് ഈ 2000 ബാച്ചിലുള്ള ഈ കൊറോണ കാലത്ത് 10ാം ക്ലാസ്സിലെല്ലാം പഠിച്ച പിള്ളേർക്കുള്ള ഏറ്റവും വലിയൊരു ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവർക്ക് അത് ഒരു വലിയ പ്രശ്നമായിപ്പോയി. കിട്ടുന്ന മാർക്ക് മതിയെന്നേ, അത് പഠിച്ച് നല്ല ഇതായിട്ട് മേടിക്കുന്ന മാർക്ക് മതി. ചുമ്മാ മാർക്ക് പോരിട്ടിട്ട് ഇപ്പം കണ്ടില്ലേ പിള്ളേർ ഇച്ചിരി കൂടെ ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഇങ്ങനെ മാർക്ക് ഇച്ചിരി കുറഞ്ഞാലേ വരുള്ളൂ. അപ്പൊ എല്ലാരും പറയും ഫുൾ A+ അല്ലേ, അപ്പം കുഴപ്പമില്ലാതാന്ന് പറയും. ഫുൾ A+കാരായിരുന്നു അവിടെ മൊത്തം കിടന്ന് കളി കളിച്ച് പിള്ളേര് കിടന്ന് അത്രയും മാർക്ക്. അപ്പൊ ഈ ചേച്ചിയുടെ എന്തോ വിളിച്ച് എന്തോ സംസാരിച്ചപ്പോ ഈ ചേച്ചി എന്നോട് പറയുന്നത്, നമ്മുടെ വാക്കാട്ടെ ചേച്ചി പറഞ്ഞു ഈ കൊച്ചിങ്ങനെ കരച്ചിലാന്ന്. ഞാൻ ഇത്രയും നാളായിട്ട് കൊച്ചിന്റെ കരച്ചിൽ നിന്നില്ലേ, ഇത് എന്നെ ഇത്ര പഠിക്കാൻ ഇത്ര ഫുൾ A+ മേടിച്ച് കൊച്ചല്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് എന്നെ പഠിക്കുന്ന
പേടിയൊന്നുമില്ല. ഒരു ഇച്ചിരി ധൈര്യം വേണം. അവക്ക് ധൈര്യം ഇല്ല. ഈ കൊച്ചിൽ പറഞ്ഞ കൊച്ചിനും ഇത് തന്നെ. 10ാം ക്ലാസ്സിലും കരച്ചില്ല പരീക്ഷ. അതുകൊണ്ട് അവരുടെ വീട്ടിൽ അറിവ് പ്രശ്നമില്ല. അവിടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് +2-നും കരച്ചില്ല. പരീക്ഷ വന്നാൽ അവക്ക് കരച്ചിലേ ഉള്ളൂ. അതാ അവിടെ സ്വഭാവം. അത് പിന്നെ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വിവീനയ്ക്ക് പിന്നെ അത്ര ഇല്ല. ആദ്യത്തെ ഒരു 6 മാസം ഭയങ്കര പാടാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന വിഷയത്തിന് അവർക്ക് 2 മാർക്കേ പോയുള്ളൂ. അത് ഈ പ്രൊഫഷണലോട്ട് ചെല്ലുമ്പം ടൈറ്റ് ആവും. അത് പിള്ളേർ സ്കൂളിൽ പഠിച്ച ഒരു നിലവാരത്തിലാണ് പിള്ളേർ ചെല്ലുന്നത്. അതെ, അതിന്റെ പ്രശ്നമാണ്. അത് മനസ്സിലാക്കാൻ ഇപ്പോഴുള്ള പിള്ളേർക്ക് ചിന്തിക്കാനുള്ള ബോധമില്ലല്ലോ. നീ എഞ്ചിനീയറിംഗ് ഏത് വിഷയം എല്ലാം +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രി കോഴ്സ് ചേർന്നതിന് എല്ലാം പാടാ. പ്രൊഫഷണൽ അതിലോട്ട് പോകുമ്പോൾ 3 പേരും ജോലിയിലായോ? ആരുടെയാ? 2 പേര്. എന്റെ ഇത് മൊത്തം താഴെയുള്ളത്. കുറച്ചിട്ടിരിക്കുന്നു. 2 പേര് പഠിച്ചോ? ഒരാള് പഠിച്ചോണ്ടിരിക്കുന്നു. ആണോ? ഒരാൾ കുറെ പഠിത്തം കഴിഞ്ഞ് അടുത്ത പഠിത്തം നേഴ്സിംഗ് പഠിക്കുക. ആദ്യം പഠിച്ചതിന് മൈക്രോബയോളജി, ബയോകെമിസ്ട്രി അല്ലേ? ബയോകെമിസ്ട്രി. നേഴ്സിംഗ് പഠിക്കുക. പക്ഷെ അന്നാ നേഴ്സിംഗ് അങ്ങ് പോയേക്കുമായിരുന്നെങ്കിൽ അങ്ങനെ പോയത്തില്ലല്ലോ. നീനാ പഠിച്ചേ? അല്ല PR കിട്ടാതെ പഠിക്കാൻ ഒരു ആശ ഒത്തിരി വേണ്ടേ? 85 ലക്ഷം രൂപ പഠിക്കണമെങ്കിൽ. അത് തന്നെയല്ല, അവിടെ നേരിട്ട് BSc എടുക്കുകയല്ല. അതെ അതെ, ഒരു വർഷത്തെ 2 വർഷത്തെ ഈ ഡിപ്ലോമ കോഴ്സ് പഠിക്കണം. അതെല്ലാം തുല്യ. 2 വർഷത്തെ 2 വർഷം ചെയ്താൽ മതി. 2 വർഷത്തെ ഡിപ്ലോമ പഠിച്ചും പിന്നെ 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് BSc കയറാൻ പറ്റും. 2 വർഷം പഠിക്കാൻ പറ്റും. ഇതെല്ലാം തുല്യ. ഇത് 4 വർഷം പഠിക്കണം അവന്. അവന് ജോലി ആയില്ല, പഠിക്കുക. അവൻ ജോലി ചെയ്യുന്നുണ്ട്. ജോലി അവന് ചെയ്യാം, പഠിക്കുകയും ജോലി ചെയ്യുകയും കൂടെയാ. 18 തീയതി അടുത്തില്ലല്ലോ. ആണോ? ഇപ്പൊ എവിടെയാ? ന്യൂസിലാൻഡിലാ. ന്യൂസിലാൻഡ് നല്ല സ്ഥലമല്ലേ? ഒന്നും കൂടെ നല്ല മലയും കുന്നും അങ്ങനെയൊക്കെ. സിഡ്നി 2 ദിവസം സിഡ്നി 2 ഒത്തിരി കാണാനുണ്ട്. പഠിക്കുക. ഇനി 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ പഠിത്തം തീരും. അത് പെട്ടെന്ന് പോകും. വിവീനയുടെ ആ ബാച്ചിൽ വരും അല്ലേ? പിന്നെ സ്ഥിരമായിട്ട് ജോലിയായി. 2027 ഏപ്രിൽ ആകുമ്പോ അവന്റെ തീരും. വന്നു കഴിഞ്ഞ് കല്യാണം ഉണ്ടായിരിക്കും അല്ലേ? കല്യാണം നടത്തണം. പരീക്ഷ കഴിച്ച് വീട്ടിൽ 2 വർഷം അവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഫലവും വന്നു. അവിടെ നിന്നല്ലേ? പരീക്ഷ കഴിച്ചിട്ടില്ല അവൻ അവിടെ നിന്ന് പോകുന്നത്. ഇത് കഴിഞ്ഞാ പോന്നെ. ഇവിടെ വന്നിട്ട് നോക്കിയത് 2 ദിവസം ഫലം. പിന്നെ സിസ്റ്റത്തിലല്ലേ അവിടെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് പഠിച്ചില്ലെന്ന പിള്ളേർക്ക് അത് പാടാ. അവിടെ എപ്പോഴും നേഴ്സിംഗ് പുറത്ത് പഠിക്കുന്ന പിള്ളേരാണ് ഏറ്റവും നല്ലത് അവിടെ ജോലി ചെയ്യാനായിട്ട്. അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് അവിടെ പഠിക്കുന്ന ലോൺ അടയ്ക്കുന്നുണ്ട്. പിന്നെ പോരുമ്പോ കുറച്ച് പൈസ ഇല്ല. അവന് ഇനിയിപ്പോ എല്ലായിടത്തും നിർത്തലാക്കിയില്ലേ? UK-ലോട്ടൊന്നും ആരും എടുക്കുന്നില്ലല്ലോ. UK-ൽ തന്നെ 10 വർഷം. ഇനി ഇത് PR ഇപ്പൊ കൊടുക്കുന്നില്ലല്ലോ. 10 വർഷത്തേനാക്കില്ലേ? നേഴ്സുമാർക്ക് പോലും കുടിക്കല അല്ലേ? ആ സ്ഥലമൊക്കെ അവന് പിടിക്കോ? അവന് കുഴപ്പമില്ല. അവന് നല്ല പെണ്ണുണ്ടോ? അവന് ശമ്പളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേണ്ട $26 ഉള്ളൂ. അവൻ 10-17 മണിക്കൂർ പോയി ജോലി ചെയ്യും. മരിച്ചു കിടന്ന് ഈ പഠിക്കാനുണ്ടോ? ഇപ്പൊ തന്നെ കറങ്ങുന്ന എല്ലാം 5 ലക്ഷം രൂപ ചെലവാണ്. അവരങ്ങനെയൊക്കെയാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ. പക്ഷേ ഇങ്ങനെ ഇപ്പോഴേ പോയി കാണാൻ പറ്റുള്ളൂ. ജോലിക്ക് കയറി ഞാൻ ജോലിക്ക് ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വന്നാലും പറയും. ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ലീവ് കിട്ടത്തില്ലല്ലോ. അങ്ങനെ പോവാ. മൊത്തം കറങ്ങാം. കല്യാണം കഴിച്ചില്ല. ഉണ്ണിയെ കെട്ടിയുള്ളൂ, അവൻ കെട്ടിയില്ല. ഇനി കെട്ടണം. ഇനി വരുമ്പോ കെട്ടിക്കണം. അതെ, പഠിത്തം കഴിഞ്ഞ് കാശ് വേണ്ടേ? കല്യാണം നടക്കുന്ന പൈസ ഉണ്ടാക്കണ്ടേ? കല്യാണത്തിന് മാത്രം പൈസ. മുതുമുത്തശ്ശിയായി അമ്മയ്ക്ക്. അങ്ങനെ മുതുമുത്തശ്ശിയായി. വിരുന്ന് നോക്കിയുള്ള ചെലവുള്ളായിരുന്നു. അത് പിന്നെ സാരമില്ല. സ്വർണ്ണത്തിലേക്കാണ് ഇപ്പൊ തീർത്ത് വരുന്നത്. പക്ഷെ എല്ലാരും ഈ സ്വർണം വേണമെന്ന് വാശി പിടിച്ച് നിൽക്കുവല്ലേ?
നിങ്ങൾ സായിപ്പന്മാരെങ്കിലും ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് കണ്ടോ സ്വർണ്ണം ഇട്ട് നടക്കുന്ന നാട്ടിലുണ്ടോ? എല്ലാവരുടെയും കഴുത്തിലുണ്ട് കേരളത്തിലുള്ള ഒരു സ്വർണ്ണം ഇട്ടോണ്ടാ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേരളീയർക്ക് ഈ സ്വർണ്ണം വേണം. അല്ല ഈ അവിടെ 22 ക്യാരറ്റിന്റെ ഒക്കെ എല്ലാരും ഇടുന്നവരുണ്ട് സ്വർണം. സായിപ്പന്മാരും കാണിയില്ല. സായിപ്പന്മാര് സ്ത്രീകള് ഇതുണ്ടെന്നേ. അത് എല്ലാവരും ഒന്നുമില്ല, അത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അവര് ഈ മുത്തു ഇങ്ങനെയുള്ളവര് 80 വയസ്സായവരാണേലും വലിയ റൗണ്ട് കമ്മലും ഭയങ്കര ഫാഷനാ വലിയ മുത്തുവാല ഇങ്ങനെ തൂങ്ങി കിടക്കുക അല്ലേ? നമുക്കൊക്കെ നാണക്കേടായി. കൾച്ചർ അങ്ങനെയാണ്. കുറ്റം പറച്ചിലില്ല, ആരും കാര്യമില്ല, ഇഷ്ടമുള്ളത് നോക്കോ ഇല്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ എങ്ങനെ വേണേലും നടക്കാം. കുറ്റമില്ല ആരും നോക്കിയില്ല. കുറ്റം പറഞ്ഞോണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ നോക്കും. പറഞ്ഞു കൊടുക്കുകയും അല്ലാത്തതൊക്കെ സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്യണം. എന്നാലും ആർക്കും വിരോധം ഉണ്ടാകുകയില്ല. എല്ലാ തടസ്സങ്ങളും മാറി മാറി കിട്ടും. ഈ വൃത്തി എത്ര ലിറ്ററോ? 200 എത്രയാ? എനിക്കറിയത്തില്ല. ഇവര് വിളിച്ചൊക്കെ എടുത്ത് ഇവര് അമ്മയും മക്കളും കൂടെ. ഞാൻ എനിക്കറിയത്തില്ല, എനിക്കിതിനെ കുറിച്ച്. എനിക്ക് ഈ കമ്പനിയുടെ പേരറിയാന്നല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് വലിപ്പമുള്ള ഫ്രിഡ്ജ് വേണമെന്നുണ്ടായിരുന്നു, ഈ സൗകര്യം കുറവായതുകൊണ്ട്. അതും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണത്തിന്റെ കാര്യം ഇത് എനിക്കുള്ളൂ. ആണല്ലേ? ഒരെണ്ണത്തിന്റെ കാര്യം കഴിഞ്ഞില്ല. പിന്നെ ഇനി എഴുതിയിട്ടുണ്ടാവും, നോക്കിയാൽ മതി. അതിൽ എഴുതിയിട്ടുണ്ടാവും, നോക്കിയാൽ മതി. ചുരിദാറിന്റെ അവിടെ നീല കളറാ. അത് ഫോക്കസ് ചെയ്യുന്നതിന്റെ ആണോ? ഇനിയിപ്പോ കുറേശ്ശെ എടുക്കാവുന്ന ജോലിയൊക്കെ കിട്ടും. അതേന്നെ, അത് മതി. ഒരു മാങ്ങാപ്പഴം ചെത്തിക്കൊണ്ടു. എല്ലാവർക്കും സ്വന്തം മതി. പിന്നെ നല്ല ബിസ്ക്കറ്റ് കഴിച്ചോ? ആ പഴം പഴുത്തില്ല കേട്ടോ. ആ കല്ല് മേടിച്ചാണോ? അവിടെ എവിടെ പോലെ ഇനി 2 ചെറുക്കന്മാർക്ക് നമുക്ക് കെട്ടിക്കാനില്ലേ? ഒരെണ്ണേ ഉള്ളു ഇവിടെ. ഇപ്പൊ അല്ലാത്തവരൊക്കെ വലുതായി വരണ്ടേ? ഒന്നുള്ളൂ. ഇനിയിപ്പൊ അപ്പു കഴിഞ്ഞാൽ പിന്നെ കിട്ടുവുള്ളൂ. ശരി, അപ്പോ കിട്ടും. 3-4 ചെറുക്കന്മാരുണ്ട് കേട്ടാ, മൊത്തം കിട്ടും ഉൾപ്പെടെ. കിട്ടുവിനെ ഓർക്കുന്നുണ്ടോ? അമ്മച്ചി കിട്ടുവിനെ ഓർക്കുന്നുണ്ടോ? കുട്ടൂന് ആ പിന്നെ ഉണ്ടല്ലേ? ശങ്കരിനെ എല്ലാവരും ഓർക്കും. ഉണ്ടല്ലേ? ആ ചായ കുടിച്ചായിരുന്നു? ചായ കുടിച്ചോ? ഞാൻ കുടിച്ചില്ല പോലെ. അയ്യോ, ഇപ്പൊ ചായ കുടിക്കാൻ പറ്റൂലേ? ചായ കുടിക്കാൻ ഇഷ്ടമില്ല. ഇപ്പം വൈകിട്ടല്ലേ? 4 മണിക്ക് കുടിച്ചാൽ എനിക്ക് പതിവ് ഇല്ലല്ലോ ഒന്ന്. അതെ 3:30 ആകുമ്പോൾ കുടിക്കും. കിടക്കാൻ നേരത്തായാലും കിടന്നച്ഛൻ കുടിച്ചേക്ക് കിടന്ന ഒരു ഉറക്കം വരിക. ആ ശരിയാ. വൈകിട്ടല്ലെങ്കിലും ചായ കുടിക്കാതിരിക്കും നല്ലത്. അതിനൊന്നും പോകാതെ പഴമയ പോലെ പഴയ അങ്ങനെ പോയാൽ മതി. അതെ, അങ്ങനെ വരുമ്പോൾ ബന്ധമില്ല ശരീരത്തിൽ കേൾക്കുകയും ചെയ്യും. ഇപ്പൊ തളർച്ചയില്ല. ക്ഷീണമില്ലല്ലേ? ക്ഷീണം കുറവുണ്ട്. ക്ഷീണം അപ്പടി വന്നിട്ട് ഇതുവരെയായിട്ട് ഓക്കെ ആയി. ഇനിയിപ്പോ വലിയ കട്ടിപ്പെട്ട് പണി വല്ലതും ഉണ്ടോ നോക്ക്. തട്ടിപ്പെട്ട പണിയൊന്നും ഇല്ല, പക്ഷെങ്കിൽ ഒന്ന് ശരീരം ഒന്ന് ലെവലാകണം. നീരൊന്നും കുറഞ്ഞില്ല. എന്റെ കുടുംബ നമ്മൾ വെച്ച് വരച്ചോ? വൈകിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഈശോയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തോ? വെച്ചതാ. ഒരു കൊന്തേ ഉള്ളപ്പോ കൊണ്ടുവച്ചവിടെയൊക്കെ മറന്നുപോയി. കൊന്ത ഇവിടെയൊക്കെ വെച്ചാൽ മറന്നു പോകും. അതെന്നെ, കഴുത്തേ കിടന്നോട്ടെ. കഴുത്തേ കിടന്നാലോ പെട്ടെന്ന് പോകും. ഇല്ല മാതാ, ഒരു കൊന്ത കഴുത്തേ കിടന്നോട്ടെ. കളറും മാറിപ്പോ. അത് സാരില്ല, നമുക്ക് വേറെ മേടിക്കാം. കൊന്തയ്ക്ക് വലിയ പൈസ മാങ്ങാപ്പഴം നല്ലായിരുന്നത്. ഞാൻ നോക്കിയില്ല, ഇച്ചിരി മധുരമുണ്ട്. ഇത് ബ്ലോക്കാണ്. 3 വർഷമായി വെച്ചിട്ട്. 3 കക്ക കഴിഞ്ഞു. 3 വർഷമാകുമ്പോ കായ്ക്കുന്ന പറഞ്ഞു മോണ്ടെ. 2 വർഷമായപ്പോ കായ്ച്ചു. പക്ഷെ കണ്ട മൂവാൻ്റെ തന്നെ കൂട്ടിയിരിക്കും. തിന്ന കഴിച്ചു അമ്മച്ചി കഴിച്ചു. ഇതാണ് മാങ്ങ കൂടുതലാണ്. മാങ്ങപ്പഴം ചക്ക കുറവ്, മാങ്ങ കൂടുതലും. അത് പറിച്ചെടുക്കണം. മറ്റേ വല കെട്ടി, തോട്ടിയ വല കെട്ടി പറിച്ചിടണം. ഉണ്ടല്ലേ? ഞങ്ങള് കഴിച്ച വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ?
വീട്ടിൽ നിന്ന് ആ വീട്ടിലുണ്ടായിരുന്നു മാങ്ങ. ഇവിടെ മാങ്ങ അമ്മ ജ്യൂസ് അടിച്ച് കുടിച്ച് മടുത്ത് അല്ലേ? നമ്മുടെ മാങ്ങയുണ്ട് ഇവിടെ ഉണ്ടോ? ഈ മാങ്ങ മുഴുവൻ പഴുത്ത് നാട്ടുമാങ്ങ ചെറുതല്ലേ? അതും ജ്യൂസ് അടിക്കൂലേ? കുഴിച്ച് വെച്ച ഭാഗമല്ലേ ആ ആ ഇത് ചെയ്ത് കൂട്ടുക അതിലേക്ക് നാട്ടുമാങ്ങ. നാട്ടുമാങ്ങ കണ്ണിമാങ്ങയാണോ നല്ല മാങ്ങ ഇത്? ആ കണ്ണിമാങ്ങ അത് പറിച്ചു കൊടുക്കാൻ മേലാഞ്ഞത്. കണ്ണിമാങ്ങയ്ക്ക് നല്ല ആരെടാ ഇവിടെ അങ്ങ് വിടും. അത് പറിക്കാനൊന്നും പറ്റുന്ന കാര്യമില്ല, അത് ഒത്തിരി ചടങ്ങാ. 150 രൂപ വെച്ച് കിട്ടും. ആ അത് തുമ്പത്ത് എവിടെയാണെന്നോട് തപ്പി പിടിച്ച് പറിക്കാൻ പാടാ. കൊല കെട്ടി ഉണ്ടാകുന്നില്ലായിരുന്നു. ഒരു ശകലം കൂടിയില്ല ഉം. കുഴപ്പം മധുരമാണോ? മധുരമുണ്ടോ? 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 മധുരം നല്ല മധുരമില്ല, എന്നാലും അത്യാവശ്യം മധുരം ഒത്തിരി ഒന്നുമില്ല. എന്നുവെച്ചാൽ പഴമല്ലേ ഇത് മാമ്പഴം ആ എന്തായാലും അതുമാത്രം മധുരം അരിയായി. അത്ര മധുരമില്ല. ഈ മഴ നേരത്തെ നല്ല മധുരമായിരുന്നു. ഇനി എനിക്ക് വേണ്ട ഇവന്നെ കൂടെ കഴിച്ചു. ഇതും കൂടെ കഴിച്ചാൽ മതി. വേണ്ട വേണ്ട ഇതും കൂടെ കഴിക്കേ. മാങ്ങാപ്പഴം അവർക്ക് വേറെ ഉണ്ടെന്നേ, അതും കൂടെ കഴിച്ചു. അത്യാവശ്യം മധുരം ഉണ്ടല്ലേ? ഉം. മോള് തിന്നു ഞാൻ കഴിച്ചിട്ടാ വന്നത്. ആണോ? ഉം. ഇവിടുന്ന് കൊണ്ടുവന്നാണോ? ആ മരങ്ങാട്ടുപള്ളിന്ന് ഉണ്ടോ? വെക്കേറ്റും പാലിക്കാട്ട് മലയെന്ന്. ആണോ? അപ്പോൾ ഇതിനെക്കൊണ്ട് ഇവിടെ ഉണ്ടാക്കില്ല. എന്നാത്തിനായാലും പൊക്കോളാം. എന്നാ സാരായാലും എടുത്തോണ്ട് വരാനും മേടിച്ചോണ്ട് വരാനും എല്ലാ കാര്യത്തിലും. ആരാ? പിന്നെ പപ്പാ നിന്റെ ചാച്ചനാ? ചാച്ചൻ മേടിക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പപ്പായായിരിക്കും. ഇവിടുത്തെ പപ്പയുടെ കാര്യമാണ് പറഞ്ഞത്. അതാ പറഞ്ഞ. ആ ഇവിടുത്തെ പപ്പ കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. മക്കളെ അതുപോലെ ആ കാര്യമാണ്. വെല്ലിച്ചാത്തന്റെ കാര്യമായിരിക്കും. ഏ ഇവിടുത്തെ വെല്ലിച്ചാത്തന്റെ കാര്യമായിരിക്കും. പിള്ളേർ എന്നെ ചെയ്താലും അത് ശരിയാ. പഴയ കാർന്നപ്പാരെ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര പഴയ കർമ്മമാർക്കും എല്ലാം ബോധിക്കല. എന്റെ ബൈക്ക് മാത്രമേ കാണുന്നത്. മോട്ടോർ സൈക്കിള് ചാച്ചനാ ചാച്ചൻ കയറിയിട്ടുണ്ടോ? ഇവിടെ ചാച്ചൻ ബൈക്കൊക്കെ കയറിയിട്ടുണ്ടോ? ഞാൻ കുഴപ്പം തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ചാച്ചനാ? നമ്മുടെ അച്ഛൻ എൻ്റെ ബൈക്കിലൊക്കെ കയറിയിട്ടുണ്ട്. അച്ഛൻ ബൈക്ക് ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട്. ശരി, ഞാൻ ഇതൊന്നും ഓർക്കുന്നില്ല. വീട്ടിൽ പോയെന്ന് കിടക്കാറുണ്ട്. ഏത് വീട്ടിൽ? ഏത് വീട്ടിലേക്ക് പോകണം? ഏത് വീടാ? ഏത് വീട്ടിലാ പോണേ? അതോടെ തന്നെ ഇവിടെ വീട്ടിലോട്ട് ഇതേത് വീടാ? ഇവിടെ വീട്ടിലോട്ട് പോയില്ല. പിന്നെ ഇങ്ങോട്ടാ പോകണം. ഇതേത് വീടാന്നാരാ? ഇത് വേറെ. വേറെയാ? ഇത് വേറെയാണോ? ഇത് ആരുടെ വീടാ? ഇത് സ്വന്തമായിട്ടുള്ളതല്ല. അല്ലേ? ഇത് അമ്മച്ചി പണിയിച്ച വീടല്ലേ? ഇതോ? ആ ഏയ് അതെ അതെ. അമ്മച്ചി പണിക്കാർക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പണിയിച്ചതാ. അതെ അതെ. അല്ല അത് അന്നല്ല എന്നത്തെ കാലം. 27 വർഷം അപ്പം ഉണ്ടായതായാത്ത ഈ വീട്ടില്. ഉടമ്പടിക്ക് കൊടുക്കാതെ ആ അതാ പറഞ്ഞ. ചിലവിന് ആ കൊടുക്കാതെ ഷെട്ടി കിടന്ന് എന്തേലും അമ്മ ഒത്തിരി പണിതാ, ഭക്ഷണം ഉണ്ടാക്കിയതാ. പണിക്കാർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തില്ല. എത്ര വർഷമായി? 27 വർഷം ആവുന്നു. 26 കഴിഞ്ഞ് 27 തുടങ്ങി. എത്രയായോ? ഫെബ്രുവരിയില്. ഓ ഫെബ്രുവരി അല്ലല്ലോ, ഏപ്രിലിൽ അപ്പം ഉണ്ടായത്. ഫെബ്രുവരി കയറി താമസം. ഫെബ്രുവരിയിലാണ്ട് കയറി താമസം. മോള് ഓർക്കുന്നുണ്ടോ? ആ അത് ഓർക്കുന്നുണ്ട്. അപ്പം ഉണ്ടായത് കൊണ്ട് ആദ്യം ഈ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുമാവ അപ്പുവാ. അപ്പം ഉണ്ടായിട്ട് അപ്പം അവര് വീട്ടില് ഉണ്ടായി വന്നത്. എന്നാലും അത് ആദ്യമേ നിനക്ക് പിള്ളേരുണ്ടാകും. ആ അതാ പറഞ്ഞ ഹാപ്പി ഉണ്ടായതാ. സാഗോടെ ഉണ്ടോ? അവിടെ കാണുമല്ലോ, ഒന്ന് കാണുമായിരിക്കും. എന്ത് കിടക്കാൻ പോകും. എന്നാ കിടക്ക്. കൈ തുടക്കണ്ടേ? കൈ കഴുകുന്നില്ലേ? കൈ കഴുകണ്ടേ? കൈ കഴുകിയിട്ട് വന്ന് കിടന്നു. ബാ അവിടെ ഒന്നും പോകില്ല. മാറ്റി ബാ കൈ കഴുകിയിട്ട് കിടന്നു. മടുത്തായിരിക്കും. ഭയങ്കര തെറ്റാണ്. ആ ടൈലായിട്ടാ. ചെരുപ്പിട്ടില്ലേ? ഇച്ചിരി മാറിപ്പോയാൽ തന്നെ. ആ തന്നെ ശരിയാ. ചെരുപ്പ് എന്താ പറ്റുക? രണ്ടിവിടെയുണ്ട് പറയണ്ട. ആ ഇവിടെയാണെങ്കിൽ എനിക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. ചെരുപ്പ് കിട്ടും. ഇവിടെ ഭയങ്കര ചൂടാ. അവിടെ മഴ പെയ്തതാ. അവിടെ മഴ പെയ്തല്ലേ? ആ മുറിയിൽ നിന്നിട്ട് ചൂടില്ലല്ലോ അവിടെ. അവിടെ മഴ പെയ്തതാണേ. അമ്മ അങ്ങനെയല്ല എന്നോട് പറയുന്നത്. ഈ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. ഒത്തിരി ചൂടായ വലിയ ഇവനൊക്കെയാണ്. ബായ്യ
ബാഗ് വേണമെന്ന് അപ്പൂന് എഴുതി കൊടുത്ത അത് കൊടുത്തായിരുന്നു. അവിടെ നിന്ന് ബാഗൊക്കെ ഭയങ്കര ബാഗൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നത് ഭയങ്കര ഒന്നുമില്ല ബാഗ് മഞ്ഞിന്റെ വെള്ളം പറഞ്ഞാൽ സെഞ്ചേച്ചിയോട് കൊടുക്കണം സെയിം സാധനം തന്നെ. അതല്ലേ ഇവരെ കമ്പനിയിൽ നിന്ന് ഓണ സാധനമാണ്. പെർഫ്യൂം അങ്ങോട്ടുള്ള കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടിയും. ഇത് അമ്മച്ചിയുടെ പല്ലേ കുത്താൻ ചേട്ടായുടെ ഏതാ? ലിസി മേടിച്ചു. ആ വലുകുത്തിയ. ഇവിടെ വീട്ടിൽ വേറെ പെണ്ണുങ്ങളാരും ഇത് ജോമോന് വേറെ പെണ്ണുങ്ങളാരും ഇത് അവിടെ ബാഗ് എന്ന് പറഞ്ഞു എങ്ങനത്തെ ബാഗാണെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ സാധനമൊക്കെ നമ്മളിവിടെ നോക്കി പിന്നെ ഇവിടെ നിന്ന് മേടിക്കാനാണല്ലോ ഇതാ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കും. പണ്ട് അപ്പോൾ ആദ്യം കൊണ്ടുവന്നപ്പോ ഇതുപോലെ എന്തൊക്കെ കൊണ്ടുവന്ന് വെറുതെ എന്നാ വലിയ അതിനൊക്കെ ആ സാധനം ഒരു ചെറിയ പേഴ്സ് കൊണ്ടുവന്നതിന് 3000 രൂപ. അതെല്ലാം അവളെ ഉപയോഗിച്ചു. ഞാനൊരു സാധനം വെച്ചു വാച്ച് കൊണ്ടുവന്നത് അതെല്ലാം അവളാ കൊണ്ടുപോയത്. എനിക്കൊരു സാധനം കിട്ടിയില്ല. ഞാൻ കൊടുത്തേക്ക് നമ്മള് പറയാം അവിടെ നിന്നൊക്കെ എന്നാ വില കൊടുത്ത ഇതുങ്ങളീ കൊണ്ടുപോയെന്നറിയാമോ? ഇവിടെ ഈ ലോഷൻ ഇതുപോലെയുള്ള ഒരു മീച്ചോ ഇല്ല. കെമിക്കൽ ഈ ഇതുപോലെ ഈ ക്രീമുകൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പക്ഷെ അതും വരെ പക്ഷെ അവിടുത്തെ കാലാവസ്ഥയ്ക്കുള്ള അവിടെ ചെയ്യും ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കുള്ള ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ ഏറ്റവും ഉപകാരപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ കൊതുകിനെ പിടിക്കണം. കൊതുകിൻ്റെത് പിന്നെ വേറെ ഈസ്റ്റ് നല്ലതാണ്. പിന്നെ എന്നതാ അങ്ങനെ നമ്മുടെ നാട്ടിലെ ഇഷ്ടം നമുക്ക് ഇതല്ലേ ഇത് നല്ല സൂപ്പർ ഇഷ്ടം. ഒരു തൊള്ളി ചേട്ടയുടെ ഈസ്റ്റല്ലേ അവരുടെ കമ്പനിയില്ലേ? അല്ല വേറെയാണ് അത് നിർത്തലാക്കിയെന്നാണ്. ഈസ്റ്റോ? ഇല്ല ഈസ്റ്റല്ല ഇങ്ങനെ കൊടുക്ക എന്താ ആ ഇവർക്ക് സപ്ലൈ ചെയ്യുന്നത്. ആ നേരത്തെ അവർക്ക് കിട്ടുമായിരുന്നത്. അവിടുത്തെ ഈസ്റ്റ് മുഴുവൻ അവരാ ഏറ്റവും കൂടുതൽ ഈസ്റ്റ് കയറിപ്പോണ് ഇവരായിരുന്നു ചേട്ടായിരുന്ന. എന്തിനാ മക്കളെ ക്ലാസ് എല്ലാം കൊണ്ട് വെച്ചാൽ ക്ലാസ് എല്ലാം കൊണ്ട് വെച്ചാൽ ക്ലാസ് നാരങ്ങ വെള്ളമല്ലേ അമ്മ കുടിച്ചാ മൂലയപ്പം? ക്ലാസ്സോ? ക്ലാസ് കൊണ്ടുപോയില്ലേ പിന്നെ ചായ കുടിക്കാനോ? എവിടെ കൊണ്ടുപോയിട്ട്? വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടോട്ട് ക്ലാസ് കൊണ്ടുപോകണം. വീട്ടോട്ട് ക്ലാസ് കൊണ്ടുപോകണം. വീട്ടോട്ടൊന്നും ക്ലാസ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടുത്തെ ക്ലാസ്സാണ്. ഇവിടുത്തെ ക്ലാസ് എങ്ങനെയാ വീട്ടിൽ കൊണ്ടുപോകണേ? ഇവിടുത്തെ ക്ലാസ് എങ്ങനെയാ വീട്ടിൽ കൊണ്ടുപോകണേ? വീട്ടിൽ വേറെ ക്ലാസ് ഇല്ലേ? ഇവിടുത്തെ ക്ലാസ് എങ്ങനെയാ വീട്ടിൽ കൊണ്ടുപോകണേ? ഇവിടെ വീട്ടിൽ വേറെ ക്ലാസ് ഇല്ലേ? ആ പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. ആഹാ വീട്ടിൽ വേറെ ക്ലാസ് ഇല്ലേ? വേറെ എടുത്തും പോകണം. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയുടെ കിടപ്പുണ്ട് ഇവിടെയല്ല. മുറ്റത്ത് കിടപ്പുണ്ട്. എന്നാലും അത് ആ വണ്ടിയെ പോയാൽ മതി. പോവാട്ടോ അമ്മച്ചി സമയം ഒത്തിരി ആയി കേട്ടോ. വേണ്ടേ ഞങ്ങളെ സമയം ഒത്തിരി ആയി പോയിട്ട് വരട്ടോ കേട്ടോ. പിന്നെ വരാം. ഇങ്ങോട്ടാ പോകണം. സാബുവിന്റെ അടുത്തൊന്ന് പോകണം. ഇങ്ങോട്ടാണോ പോകണം? സാബുവിന്റെ അടുത്തും കൂടെ ഒന്ന് കേറിയിട്ടേ വീട്ടിൽ പോകണ്ടേ? പോരുന്നോ? സാബു ഇവിടെയല്ലേ താമസം? ആ അവന്റെ അടുത്ത് കേറിയില്ല. എന്നിട്ട് വരട്ടെ. സന്ധ്യ ഒത്തിരി രാത്രിയായില്ലേ? 9 മണി ആയില്ലേ? ഒത്തിരി നാളായില്ലേ? ആ അവരുടെ അടുത്ത് പോയിട്ട് ഒത്തിരി സാബുവൊക്കെ പറഞ്ഞിട്ട് 2 മാസത്തോളായില്ലേ? 2 മാസമായി. 10 വർഷം കഴിഞ്ഞെന്ന്. 10 വർഷം കഴിഞ്ഞെന്ന്. അല്ല അത് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലേ? ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമായിരുന്നു. അങ്ങോട്ട് പോയാ? സാബുവിന്റെ അടുത്ത് പോയാ അമ്മച്ചി? ഞാൻ അങ്ങോട്ടൊന്നും പോയി ഇല്ലേ? അത് ശരി. അതൊക്കെ ഉണ്ട് വലിയ പാടാ പോകാനായിട്ടോ? പെട്ടോട്ടെ ഇച്ചിരി അങ്ങ് നടന്നാ പോരെ? ഈ ചകല അങ്ങ് നടന്നാ പോരെ? നടന്നാൽ മതി കാര്യം. എന്നാലും അവിടെ ആൾക്കാരൊക്കെ ഉള്ളപ്പോഴല്ലോ. ആ അത് ശരി. അവർ ജോലിക്ക് പോയില്ലേ? വല്ലപ്പോഴൊക്കെ ചെന്നാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ട് പറ്റുമായിട്ടല്ല. ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്ക്. അല്ല അവിടെ അമ്മയ്ക്ക് പണിയെടുക്കത്തില്ല. അമ്മ എടുക്കുമോ? പണിയെടുക്കണത് അവിടെ അവിടുത്തെ അമ്മയാ പണിയെടുക്കുന്നേ. ആണോ? ആ വീട്ടിലോട്ട് പോവാണോ? ആ സാബുവിന്റെ അടുത്തുനിന്ന് പോയിട്ട് വേഗം വരാം. ശരി. അപ്പൊ പോയിട്ട് വരട്ടോ കേട്ടോ. മോള് പോവാ. ആ എങ്ങോട്ടാ പോണം? സാബു പോയിട്ട് വരാം. കാലെല്ലാം മൊത്തം നീരും വെച്ച് ഇറങ്ങുമ്പോഴാ ചൂട് മനസ്സിലാവുന്നു. നല്ലതല്ലോ ഭയങ്കര ചൂടാ. അവിടെ മഴ പെയ്തില്ലേ ഇന്ന്? അവിടെ കുറുപ്പന്ത്ര ഒരുമാതിരി മഴ പെയ്തായിരുന്നു. ഇവാൻ ഡ്രൈവിങ് പഠിച്ച് ഇറങ്ങിയിട്ട് അത് ഇറക്കിയിട്ട് വേണം
പുതിയ വണ്ടി കൊടുക്കാനായിട്ട്. നിങ്ങൾ പോയിട്ടോ കേട്ടോ. വെച്ച് കളഞ്ഞില്ല. തലമില്ല. അതാരാ പോയെ? ആരാ ആ പോയതാരാ? ഇവിടെ വന്നേച്ച് പോയതാരാ? പോകാന്ന് പോയത് ആരാന്ന് ഇപ്പം വന്നേച്ച് പോയത്? ഇപ്പൊ ഇവിടെ വന്നേച്ച് അങ്ങ് പോയില്ലേ? അതാരാ? ആണോ പെണ്ണോ? ആണും പെണ്ണും ഉണ്ട്. ഏതാന്ന് ഞാൻ മറന്നുപോയി വെച്ചാ. അമ്മയുടെ മകളല്ലേ? ഈ ചെന്നതാണ് അമ്മയുടെ മകളാ എൽസി. വിവീനായുടെ വിവീനായുടെ അല്ല, അമ്മയുടെ മകൾ എൽസി. അല്ല, എൻ്റെ മകൾ വിവീനായല്ലേ. അമ്മയുടെ മകൾ എൽസി. അമ്മയുടെ മകൾ എൽസി. എൽസിയാണ് അമ്മയുടെ മകള്. എൽസിയാണ് അമ്മയുടെ മകള്. എൽസിയോ? ആ, അത് പിന്നെ അവള് ഒളിയനും കൂടെ അല്ലേ ഇപ്പൊ വന്നങ്ങ് പോയി. സാബുനങ്ങ് പോയിട്ടിങ്ങ് വരും, തിരിച്ചു വരും കേട്ടോ. ഈ വണ്ടി ഇട്ടേക്കാം. ആ, അവരിങ്ങ് വന്നല്ലേ. എൽസിയൊക്കെ വന്ന വണ്ടിയാ, ഒരേ വണ്ടിയല്ലേ. നടക്കാൻ ഒട്ടും വേല. സാധനം കൊണ്ടുപോണ്ടേ? ഇത് നിങ്ങളുടെ റെക്കോർഡ്സ് ഇതിൻ്റെ ഇത് നോക്കിയടി. ആ ഹാ, നല്ല മഴയാണല്ലോ. അതല്ലേ നോക്കി, അത് തന്നെയാണെന്നോ. അതെടുത്ത് വെച്ചില്ലേ? സൂപ്പർ മഴയല്ലേ. ഇപ്പം നല്ല മഴ. മരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇച്ചിരി. ആ, ഇച്ചിരി ഫ്രണ്ട് എടുത്തിട്ട് എടുക്കാം. മഴയായോണ്ട് അതൊന്നോളൂ. ഭയങ്കര പുകച്ചിലായിരുന്നു പകല്. പക്ഷെ അതിന് പകരം വൈകിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. പോട്ടെ. ആ, ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.